ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞങ്ങളിന്ന് കളിക്കാൻ പോകുന്ന ഗ്രാനി 3 ആണ്. ഗ്രാനി 3 മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എക്സ്ട്രീം ലെവലിൽ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇന്ന് കളിക്കുന്നത് എക്സ്ട്രീം അല്ല, ഈസിയാണ്. ഈസിയിൽ നമ്മൾ ഗ്രാനീനെ മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്, ഗ്രാൻഡ് ഫ വേണ്ട. ഓക്കെ, അപ്പം നമുക്ക് കളിക്കാം. ഗൈസ്, നമ്മൾ ഡോർ എസ്കേപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കാം, അതിനുള്ള സാധനങ്ങൾ തന്നെ ആദ്യം കിട്ടുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കിയേക്കാം. ഓക്കെ, ഡേ 1 നമ്മളൊരു പഴയ സെല്ലിലാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് കുത്തി തുറന്ന് രക്ഷപ്പെടുമ്പോഴേക്കും ഗ്രാനി വന്ന് തലക്കടിക്കാനുള്ള സാധ്യതയുണ്ട്. ലോക്ക് പിക്ക്. ഓക്കെ, നമുക്ക് തുറക്കാം. ഇത് തുറക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. ഓക്കെ, അപ്പം നമുക്കിത് തുറക്കാം. ഞാൻ ഗ്രാനി എവിടെയോ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങോട്ട് വരുമോയെന്ന് അറിയില്ല. നമുക്ക് നേരെ ആ അറ്റത്തുള്ള റൂമിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ ഒരു റോബോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റോബോട്ട് പുറകിൽ വരുന്നുണ്ട്, ശബ്ദം കിട്ടും. നമുക്കിത് പെട്ടെന്ന് അടച്ചിടാം. അപ്പോൾ ഗ്രാനി വന്നതിനെ അറിയാൻ പറ്റും. ഞാൻ ആ ഫോട്ടോയും തള്ളിയിട്ടിട്ടുണ്ട്. ഓ, പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. പ്ലാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും മേലെ കൊണ്ട് വെക്കുന്ന സാധനമാണ്. നമുക്ക് നോക്കാം. നമുക്ക് പ്ലാങ്ക് വെച്ചിട്ട് ആദ്യം ഇവിടെ ഒന്ന് ശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിതിപ്പോൾ തന്നെ പൊളിക്കണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇവിടെ ഗ്രാനി എപ്പോഴും എത്താന്നറിയില്ല, അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഗ്രാനി നമ്മൾ എസ്കേപ്പ് ആയത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് പോവാം. നമുക്ക് പെട്ടെന്ന് മുകളിലേക്ക് പോവാം. ഇതിൽ ഗ്രാൻഡ് പ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, ഞാൻ ഓടുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നോക്കിയിട്ടാണ് പോകുന്നത്. നമുക്ക് പെട്ടെന്ന് ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് വലിച്ച് നോക്കാം. ഇവിടെ ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഇപ്പോൾ തീപ്പെട്ടി മാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് ഈ 2 റൂമും കൂടെ നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മേലേക്ക് പോയി നോക്കാം. ഇവിടെ റൂമിനകത്ത് ഇത് ഗ്രാനിയുടെ റൂമാണ്. ഗ്രാനിയുടെ റൂമിലൊന്നും വെച്ചിട്ടില്ല. ഇതും ലോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ലോക്ക് പതുക്കെ തുറക്കാം. പിന്നെ നമുക്ക് നോക്കാം ഗൈസ്, ഇവിടെ വിട്ട് പുറത്ത് പോവില്ല എന്നൊക്കെ ഗ്രാനി പറയുന്നു, പക്ഷെ നമ്മൾ പുറത്ത് പോയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാങ്ക് വെക്കുന്ന സൗണ്ട് കേട്ട് ഗ്രാനി ഇങ്ങോട്ടേക്ക് എന്തായാലും വരും. അപ്പോഴേക്കും നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഡോർ എസ്കേപ്പിനെ പറ്റി എന്തെങ്കിലും കിട്ടി. ഓക്കെ, ബ്രിഡ്ജ് കിട്ടിയിരിക്കുകയാണ്. നമുക്കിത് ഇതിലൂടെ താഴേക്കിടാം. അതിന് മുമ്പ് ഇവിടെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ടെഡി ബെയർ ഉണ്ട് ഗൈസ്. ടെഡി ബെയർ നമ്മൾ തൊട്ടിട്ടില്ല. ഞാൻ പ്ലാങ്ക് വെച്ചിട്ട് ബ്രിഡ്ജ് ക്യാങ്ക് എടുത്തു. ഇപ്പോൾ താഴേക്ക് വന്നു. എന്താ ചെയ്യുക ഗൈസ്, മിക്കവാറും ഗ്രാനി ഈ ശബ്ദം കേട്ട് താഴെ എത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഗ്രാനി താഴേക്ക് വരും. ഇപ്പം വരും. ഓക്കെ, അപ്പോൾ പോയെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു ഗൈസ്. ഗ്രാനി പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് കയറി മുകളിലേക്ക് പോകാം. ഇവിടെ തന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പോകാം. ഗ്രാനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ 2nd ഫ്ലോറിൽ ഗ്രാനി കാണുന്നില്ല. മെയിൻലി അതാണ് ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, അപ്പോൾ 2nd ഫ്ലോറിൽ നമുക്ക് അല്ല, ഞാനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പക്ഷേ ഇത് താഴെ വയ്ക്കാനുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രാനീനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് നമുക്ക് താഴേക്ക് പോയി നിൽക്കാം. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ബ്രിഡ്ജ് ക്യാങ്ക് വയ്ക്കാം. പക്ഷേ ഏതായാലും ഇവിടെ ശബ്ദം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഗ്രാനി വരാനുള്ള ചാൻസ് കൂടുതൽ. നമുക്ക് വാതിലൊക്കെ തുറന്നിട്ട് കൊടുക്കാം, ഗ്രാനി വരട്ടെ. ഓക്കെ, ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടും കാണുന്നില്ലല്ലോ. പെട്ടെന്ന് ലിഫ്റ്റിൽ ചാടി രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുന്നത്. ഗൈസ്, ഗ്രാനിക്ക് ഓടി മതിയായി ഗൈസ്. അപ്പോൾ നമ്മൾ വേഗം താഴേക്ക് ചാടിയിരിക്കുകയാണ്. ഗ്രാനി മുകളിലേക്ക് പൊക്കോട്ടെ. പാവം ഗ്രാനി. മുട്ടുവേദനയുള്ള അമ്മച്ചയെ നമ്മൾ തോട്ടിക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് കല്ല് വേഗം പെറുക്കിയെടുക്കാം. കിട്ടുന്ന കല്ലൊക്കെ വേഗം പെറുക്കിയെടുക്കാം. അപ്പം മിക്കവാറും
ഇല്ല ഇല്ല, ഗ്രാനി ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക്. അപ്പോൾ നമുക്ക് റിച്ച് ഗ്യാങ് വെച്ച് പാലം എത്തിക്ക്. കാറിനകത്ത് ഒന്നുമില്ല. ഗ്രാൻഡ് പേ ഞാൻ എപ്പോഴേ പറഞ്ഞു വിട്ടു. ഇപ്പോൾ ഗ്രാനി മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് ഈ ഡോർ അടച്ചിടാം. എന്നിട്ട് പെട്ടെന്ന് മേലെ കയറിയിട്ട് നമുക്ക് വെപ്പൺ എടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് വെപ്പൺ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ 3 കല്ലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്രാനീനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്താം. ഗ്രാനി പെട്ടെന്ന് വരൂ. ആ, അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതലേ പട്ടിണിയാവും. വൈകിട്ട് ഗ്രാനി ഫ്രൈ. ഗൈസ്, വെടിവെച്ചതും ഗ്രാനിക്ക് ബോധം പോയി. പുട്ടും കടലയും ചപ്പാത്തിയും. അയ്യോ. ഓക്കെ, നമുക്കിനി ഒരു കല്ലും കൊണ്ടുണ്ട്. അപ്പോൾ നമുക്കത് താഴെ റോബോട്ടൊക്കെ ഉള്ള സ്ഥലത്ത് അതെ, ഇതിൽ നമുക്ക് വെടിവെക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഫ്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോർ എസ്കേപ്പിനുള്ള 2 സാധനങ്ങളായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ബ്രിഡ്ജ് ഗ്യാങ്, അത് നമ്മൾ വെച്ചു. ഇനി ഫ്യൂസാണ്. ഫ്യൂസ് അവിടെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. ജനറേറ്റർ. അപ്പോൾ എല്ലാം ആയല്ലോ. അല്ല, ഇനി ഷെഡ് കീ കൂടെ ഉണ്ട്. ഓക്കെ, ഷെഡ് കീ എവിടെയാണെന്ന് അറിയില്ല ഗൈസ്, നോക്കണം. നമുക്ക് ഫ്യൂസും കൂടെ എടുത്തുകൊണ്ട് വരാം. ഫ്യൂസും ജനറേറ്ററും മുകളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വേണ്ട, ഫ്യൂസ് മാത്രം മുകളിൽ കൊണ്ടിടാം. ഇത് ഒരുപാട് താഴെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഇതെടുത്തിട്ട് പോവാം. ഇതെടുത്തിട്ട് പോയിട്ട് നമുക്ക് മുകളിലേക്ക് ആദ്യം പോവാം. മുകളിലേക്ക് മീൻസ് ഇതിലൂടെ. എന്നിട്ട് ഏറ്റവും മുകളിലുള്ള സ്ലെൻഡറിനയുടെ ആ റൂമിലൊരു ഇതുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനകത്ത് പോയി നോക്കാം എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന്. ഇവിടെ തേങ്ങയൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ തേങ്ങയൊക്കെ വെക്കുന്നതാണ് ഗ്രാനി. തേങ്ങയ്ക്കൊക്കെ ഒരുപാട് വില ആയതുകൊണ്ട് ഗ്രാനി ഇപ്പോൾ തേങ്ങയും വാങ്ങുന്നില്ല. ഓക്കെ, അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് കോക്കനട്ട് ഉണ്ട്. ഓക്കെ, ഇതിനടുത്താണ് കോക്കനട്ട് വെച്ചിരിക്കുന്നത്. കോക്കനട്ടിൻ്റെ അകത്ത് വേറെ എന്തോ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തുറന്ന് നോക്കിയില്ല അറിയുള്ളൂ. പൊളിച്ച് നോക്കണം. നമുക്ക് ഇതിലൂടെ താഴേക്ക് പോകണോ അതോ ചാടണോ എന്നാണ് ഇപ്പോൾ. ഇതിലൂടെ തന്നെ പോവാം. ചാടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. ദേ ഗ്രാനി ഇല്ല, പറ്റിച്ചേ ഗ്രാനി. ഓക്കെ, അപ്പം നമുക്ക് പോയി നോക്കാം. പെട്ടെന്ന് പോയി ഇത് പൊളിച്ച് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ഷെഡിക്ക് കിട്ടിയാൽ അത്രയും നല്ലത്. ഗൈസ്, ഗ്രാനി ചൂടായി വരികയാണ്. ഗൈസ്, ഇത്ര നേരം ഗ്രാനി എന്നെ സംസാരിക്കാൻ സമ്മതിച്ചില്ല. ഓക്കെ, അപ്പോൾ ഗ്രാനിക്ക് ഒരു അടി കിട്ടിയ ശേഷം ഗ്രാനിയുടെ ബുദ്ധിയൊക്കെ എന്തോ ആയി. അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു അബദ്ധം. ആ സാധനം മിസ്സായി ഗൈസ്. സ്ലിംഗ് ഷോട്ട് കാണുന്നില്ല. ഞാൻ എവിടെയാണ് വെച്ചത് എന്ന് എനിക്ക് മറന്നുപോയി. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. ഞാൻ താഴ്ന്നാണ് ചില്ല് പൊളിച്ചത്. പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് എനിക്കറിയില്ല ഗൈസ്. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. അതിന് മുമ്പ് ജനറേറ്റർ താഴെയിട്ട് നമുക്ക് മാറിപ്പോയി. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. നോക്കാം നമുക്കിവിടെ ഗ്രാനി വരുമോ ഇല്ലയോ എന്ന്. ഗ്രാനി പെട്ടെന്ന് വരൂ, എന്നാലാണ് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. ഗ്രാനി വരുന്നില്ല ഗൈസ്. പാവം ഗ്രാനി. മുട്ടുവേദന ഉള്ളതുകൊണ്ട് പതുക്കെ വരിക. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗ്രാനി പോയിട്ട് ഇവിടെ നമുക്ക് പോവാം ഗൈസ്. അച്ചോടാ, റോബോട്ടിൻ്റെ അടുത്ത് എന്താ സ്നേഹം. ഗ്രാനി ബൈ അവിടെ നിന്നായിരുന്നു എൻ്റെ ശബ്ദം കേട്ടത്. പക്ഷെ ഞാനിപ്പോൾ മുകളിലെത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോകാം ഗൈസ്.
ഗ്രാനി അവിടെ താഴേക്ക് എന്നെ തിരഞ്ഞിട്ട് വരട്ടെ ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ് സ്ലിംഗ് ഷോട്ട്. അയ്യോ അതെവിടെ വെച്ചത് എനിക്കറിയില്ല. ഞാൻ സ്ലിംഗ് ഷോട്ട് ഇല്ലാതെ ഗ്രാനി ഒന്നും ചെയ്യാനും പറ്റില്ല. നമുക്ക് എന്തായാലും ടെഡി ബെയർ എടുക്കാം. ടെഡി ബെയറിൻ്റെ ഉള്ളിൽ നിന്ന് ഷെഡിക്ക് കിട്ടിയാൽ സമാധാനം. നിങ്ങളുടെ മോളുടെ പാവയെ ഞാൻ കൊണ്ടുപോകും, നിങ്ങളുടെ മോളെ ഞാൻ തൂക്കിക്കൊണ്ടുപോകും. നിങ്ങൾ പതുക്കെ നടന്ന് കയറി വരും. ഞാൻ ലിഫ്റ്റിൽ പോയി പെട്ടെന്ന് ആ പാവ ഇട്ടിട്ട് സിലിണ്ടറിനെയും പറഞ്ഞു വിട്ടിട്ട് അവളുടെ കയ്യിലുള്ള സാധനം വാങ്ങിച്ചിട്ട് വരാം. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള അങ്ങോട്ട് വരും ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ പാവ അവിടെ ഇടാം. എന്താ വെച്ചാൽ അവൾ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പാവ അത് പോയപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം. സേഫ് കീയോ? ഓക്കെ, അപ്പോൾ ഷെഡിക്ക് എവിടെയാണെന്നുള്ള നിഗമനത്തിൽ ഞാൻ അവസാനം എത്തിപ്പെട്ടത് നമ്മുടെ കാക്കയുടെ അടുത്താണ്. കാക്കയുടെ അടുത്ത് ഷെഡിക്ക് ഉണ്ട്, പക്ഷെ അതിന് നമുക്ക് ഫയർ വുഡ് വേണം. മാച്ച് സ്റ്റിക്ക് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. കാക്കയുടെ അടുത്താണ് ഷെഡിക്ക്. ഓക്കെ, നമുക്കിനി ഫയർ വുഡും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം. അതല്ല ഗൈസ്, എൻ്റെ സ്ലിംഗ് ഷോട്ട് കാണാൻ എനിക്ക് ഭയങ്കര സങ്കടം. ഗൈസ് ഗ്രാനി ഭയങ്കര ദേഷ്യത്തിലാണ് ഗൈസ്. എൻ്റെ കയ്യിലുള്ള സാധനം താഴെപ്പോയി. ഓക്കെ, ഇവിടെ നമുക്ക് മാച്ച് സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് നേരെ കൊണ്ടുപോയിട്ട് മറ്റേ കത്തിക്കുന്ന അവിടെ ഗ്രാനി പുറകിൽ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിവിടുന്ന് ആക്സിലേറ്റർ കിട്ടിയിട്ടുണ്ട്. ആക്സിലറേറ്റർ സോറി. ഓക്കെ, നമുക്കിവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഗ്രാനിനെ ഇങ്ങോട്ടേക്ക് വരുത്താൻ നോക്കാം. എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഗ്രാനി ഇതിൽ കൂടെ വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഗൈസ് ഗ്രാനിയുടെ പാട്ട്, അയ്യോ അയ്യ ഗ്രാനി, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ മുമ്പിലേക്ക്. അയ്യാ ഗൈസ് ഗ്രാനി കണ്ടു. നിങ്ങൾ തൈലോ എണ്ണയോ എന്തെങ്കിലും ഇട്ടിട്ട് പതുക്കെ വാ, ഞാൻ ഓടട്ടെ ഉടന്നു. ഗൈസ് നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് ഡോർ എസ്കേപ്പ് തന്നെയാണ്. പിന്നെ ഞാൻ ആക്സിലേറ്റർ എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കാൻ ഓരോ സാധനങ്ങൾ ആവശ്യം വരും, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ജനറേറ്റർ എടുത്തിട്ട് പോവാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇപ്പം നിങ്ങളുടെ ലൈക്ക് വേണ്ട ഗൈസ്. ഗ്രാനി ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞു ഗൈസ്, പക്ഷെ എനിക്ക് ഗ്രാനിയുടെ ലൈക്കേ വേണ്ട. അപ്പം നമുക്ക് നോക്കാം ഗ്രാനി വരുമോ ഇല്ലയോ എന്ന്. പിന്നെ ഞാൻ അവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വരുന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ 3 കല്ലൊക്കെ കിട്ടി. എന്നാൽ സ്ലിംഗ് ഷോട്ട് മാത്രമല്ല ഗൈസ്, സ്ലിംഗ് ഷോട്ട് ഇല്ലാതെ കളിക്കണം എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഗ്രാനി, അയ്യോ എന്നെ കണ്ടില്ലേ ഗ്രാനി. അതിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും ഗ്രാനി വരെ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഓ സ്ലിംഗ് ഷോട്ട് എന്തായാലും മിസ്സായി. ഇനിയിപ്പോൾ അത് തിരഞ്ഞ് ടൈം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഫ്യൂസ് എടുത്ത് താഴെ പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനി എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഗ്രാനീനെ പറ്റിച്ചിട്ട് മുകളിലേക്ക് പോകും. ഓ ട്രാഫിക് കുടുങ്ങി പണ്ടാരും സമയമില്ലാത്ത സമയത്ത്. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് അവിടെ രക്ഷപ്പെടാം. അയ്യോ ഗ്രാനി വരുമ്പോഴേക്കും നമ്മൾ മാജിക്കിൽ ഇവിടെ എത്തി. നമ്മൾ ഫ്യൂസ് വെച്ചു, ഓൺ ചെയ്ത്. ഓക്കെ, നമുക്കിനി മുകളിലൂടെ പോയി രക്ഷപ്പെടാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. അപ്പം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചാടിയിട്ട് രക്ഷപ്പെടാം. ഓക്കെ, ഒന്ന് ഇപ്പോൾ തലേന്നല്ലേ വീണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. പക്ഷെ 3 കല്ലുണ്ട്, അതൊന്നും തിരിച്ച് കൊടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഇവിടെ എത്തിയിട്ട് ഗ്രാനീനെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. ഗ്രാനീനെ വിളിച്ച് വരുത്താൻ ഒന്നുമില്ല. അതേ പോകുന്നു.
ഡാഡി ഓക്കെ അപ്പോൾ നമ്മളെ ഗ്രാനി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത്. ഇപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഗൈസ് പറയുന്നത്. ഇനി അങ്ങനത്തെ വീഡിയോ ഒന്നും വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.